മിഷൻ 2027മായി സമാജ്വാദി പാർട്ടി കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അവിടുത്തെ കനൽ കെടാതെ സൂക്ഷിക്കേണ്ടത് അഖിലേഷ് യാദവിൻ്റെയും സമാജ്വാദി പോരാളികളുടെയും ഉദ്ദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കൂട്ടേകാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും. അതെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളിൽ 43 സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം തൂത്തുവാരിയത്. BJPയെ നിലം പരിശാക്കിക്കൊണ്ടുള്ള ജൈത്രയാത്ര. അതിൻ്റെ കൂടെ നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചന്ദ്രശേഖർ ആസാദ് രാവൺ കൂടിയാകുമ്പോൾ പത്തരമാറ്റ് തിളക്കമേകുകയാണ്. മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടി പൊളിഞ്ഞു നാറി പണ്ടാരമടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. 10% വോട്ട് ഷെയർ പോലും കിട്ടാതെ നാണം കെട്ട തോൽവിയായിരുന്നു മായാവതി ഇരന്നു വാങ്ങിയത്. BJPയുടെ B ടീമായി പ്രവർത്തിച്ചതിന് കാലം കൊടുത്ത മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിത് സമാജ്വാദി പാർട്ടി കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, മിഷൻ 2027 ഞങ്ങൾ 403-ൽ 403 സീറ്റും തൂത്തുവാരും. വർഗീയ ശക്തികളെ അടിച്ച് ഓടിക്കുന്ന സാഹചര്യമായിരിക്കും. ഒരു രീതിയിലും ഇനി യോഗിയുടെ ബുൾഡോസർ ഉത്തർപ്രദേശിലേക്ക് ചലിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ രീതിയിലുള്ള മഹാമഹം തന്നെയാണ് ഉത്തർപ്രദേശിൽ തുടങ്ങുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേള പോലെ തന്നെയായിരിക്കും സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം. അതാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ വർഗീയത പറഞ്ഞ് അയോധ്യ വിഷയമാക്കി, അവിടുത്തെ രാമജന്മഭൂമി വിഷയമാക്കി നിങ്ങൾ വോട്ട് പിടിക്കാൻ നോക്കിയതേ അയോധ്യയിൽ നിങ്ങൾ പരാജയപ്പെട്ടു. സമാജ്വാദി പാർട്ടിയുടെ അവതേശ് പ്രസാദാണ് അവിടെ വിജയിച്ചത്. എപ്പോഴും അയോധ്യ അയോധ്യ എന്ന് എടുത്തു പറയുന്നത് കൊണ്ടാണ് BJPക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തത്. വാസ്തവത്തിൽ അത് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലമാണ്. ഫൈസാബാദിന് കീഴിൽ വരുന്നതാണ് അയോധ്യ നിയമസഭാ മണ്ഡലം. വാസ്തവത്തിൽ സമാജ്വാദി പാർട്ടിയുടെ രഥയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ തണ്ടൊടിച്ചുകൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റത്തിനാണ് അഖിലേഷ് യാദവ് തിരി കൊളുത്തിയിരിക്കുന്നത്. യാദവ മുസ്ലിം ബെൽറ്റിന്റെ വോട്ട് ബാങ്കിനെതിരെയുള്ള BJPയുടെ മുന്നേറ്റം ഇനി നടക്കില്ല. കാരണം അഖിലേഷ് യാദവ് എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തേർവാഴ്ചയ്ക്ക് വേണ്ടിയുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ഇതര OBC വിഭാഗത്തിൽ നിന്നുള്ള യാദവ OBCയിൽ നിന്നുള്ള ആളായിരിക്കരുത് എന്ന് നിർബന്ധം അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത്. ഇത് BJPയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇനി യോഗി ആദിത്യനാഥിന് അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേശവ് പ്രസാദ് മൗര്യയും ബ്രിജേഷ് പഥക്കും അടങ്ങുന്ന ഉപമുഖ്യമന്ത്രിമാർ എല്ലാ വിധത്തിലും യോഗിയെ ബഹിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP വാസ്തവത്തിൽ ഉഴറുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. BJPയുടെ ദളിത് വിഭാഗം നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇയാളെ മാറ്റേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നത്.